സമാനതകളില്ലാത്ത ദുരന്തത്തിന്, സമാനതകളില്ലാത്ത ജീവൻ രക്ഷാ പ്രവർത്തനത്തിനായിരുന്നു രാജ്യത്തിന്റെ സർക്കാർ നേതൃത്വം കൊടുത്തത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുത്തത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും വയനാട്ടിലേക്ക് എത്തി ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും നല്ല രീതിയിൽ നടത്താനും തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നടത്തിയിട്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ കേരളം മാത്രമല്ല, രാജ്യം മാത്രമല്ല, ലോകമാകെ ശ്രദ്ധിക്കുകയുണ്ടായി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മാതൃകാപരം എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ വയനാട് സന്ദർശിക്കുകയും നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ആവശ്യം പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം 1 മാസം കൊണ്ട് ചെയ്യുമെന്നായിരുന്നു. ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റുമെന്നുള്ളതായിരുന്നു. 28ാമത്തെ ദിവസം എല്ലാവരെയും ക്യാമ്പുകളിൽ നിന്ന് മാറ്റി ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ള വാടക വീടുകളിലും മറ്റും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രതിദിനം 6000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 6 മാസം വൈദ്യുതി ചാർജ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിരുന്നു. അത് ഗവൺമെന്റ് ആണ് അടച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിത ചെലവിന് വേണ്ടി പ്രതിമാസം 18000 രൂപ ഒരു കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. അത് 9 മാസത്തേക്ക് കൂടി ഇപ്പൊ നിർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ അതിനുള്ള കണക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ദുരന്തമുഖത്ത് പെരുമാറേണ്ടത്? രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാപരമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദുരന്തത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ 11ാമത്തെ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തി. നമുക്കെല്ലാം വലിയ സന്തോഷമായി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തു എന്നുള്ളത് ദുരന്ത ബാധിതരോട് ചേർത്ത് നിൽക്കുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് വലിയ സന്ദേശമായി രാജ്യം കണ്ടു. വളരെ സന്തോഷത്തോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നമ്മളെല്ലാം കണ്ടിരുന്നത്. അവർ സഹായിക്കുമെന്ന നിലപാടും നമുക്ക് പൊതുവെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വൈകുന്നേരം സന്ദർശന ശേഷം വൈകുന്നേരം കൽപ്പറ്റ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ അവരെല്ലാമായിട്ട് ആശയവിനിമയം നടത്തി അവലോകനം നടത്തിയ ശേഷം പരസ്യമായി അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞു, ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പണം ഒരു തടസ്സമാവില്ല, ആവശ്യമായ സഹായം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം വയനാട് വിട്ട് ഡൽഹിക്ക് തിരിച്ചു പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാം പ്രതീക്ഷിച്ച് അന്ന് തന്നെ പ്രാഥമികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നാടാകെ കേട്ടിരുന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് പൊതുവെ സ്വീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രിയും ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഗവൺമെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തു. പക്ഷെ പിന്നീടുണ്ടായിട്ടുള്ള ഒരു നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹവും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വഞ്ചകനാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കാല്ലാതെ മറ്റു മാർഗം ഞങ്ങൾക്കില്ല. വാക്കുപാലിക്കാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വന്നത് വലിയ വിഷമത്തോടെയാണെങ്കിലും ആ യാഥാർത്ഥ്യം ലോകത്തോട് പറയുകയല്ലാതെ മറ്റു മാർഗം ഞങ്ങളുടെ മുമ്പാകെയില്ല. കേരളത്തോട് അങ്ങേയറ്റത്തെ വിവേചനം കാണിച്ചു. മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി, ലെവൽ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. മാസങ്ങളോളം പിടിച്ചു അത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തേയില്ല. അതിന്റെ ഒരു ഗുണവും കേരളത്തിന് കിട്ടിയില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ റിസർവ് ബാങ്കിന് ദേശീയവൽകൃത ബാങ്കുകളിലെ കടങ്ങളെല്ലാം എഴുതിത്തള്ളാം. കേരള ബാങ്ക് അത് എഴുതിത്തള്ളി. അത് സംസ്ഥാനത്തിൻ്റെതാണ്, സഹകരണ സ്ഥാപനങ്ങളുടേത്. പക്ഷെ കേന്ദ്രം അത് ചെയ്തില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ MP-മാർക്കും സംഭാവന ചെയ്യാം 1 കോടി രൂപ വരെ. ഇഷ്ടമുള്ള പൈസ, 1 കോടി ലിമിറ്റ് 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപ വരെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷെ അതൊന്നും ചെയ്തില്ല. അതിനുള്ള നടപടികളും കാര്യങ്ങളും എടുത്തില്ല. വിദേശ സഹായം ഒന്നും ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി, അവതരിപ്പിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് 2000 കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കണമെന്ന് പറഞ്ഞു. ബജറ്റ് അവതരിപ്പിച്ചു. നമ്മളെല്ലാം കണ്ടു. പൈസ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം എന്ന പദം തന്നെ ബജറ്റിൽ ഉന്നയിച്ചതേയില്ല. ഒരു സ്ഥലത്തും പരാമർശിക്കപ്പെട്ടതേയില്ല കേരളം എന്ന പേര് തന്നെ. അങ്ങേയറ്റത്തെ അവഗണന, അങ്ങേയറ്റത്തെ വിവേചനം കേരളത്തോട് കാണിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചു KN ബാലഗോപാൽ, ധനകാര്യമന്ത്രി. 750 കോടി രൂപ മാറ്റിവെച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നിലപാട് തന്നെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു.
രണ്ടാമത്തെ വിഷയം ആവശ്യമായ ഭൂമി ഏറ്റെടുക്കണം. ഭൂ ഉടമകൾ, എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ച സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായി കോടതിയിൽ ഇടപെട്ട് ഗവൺമെന്റ് അനുകൂലമായ വിധി സമ്പാദിച്ചു. 70,000 ഏക്കർ ഭൂമിയുള്ള ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവുടമയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഭൂമി മുഴുവൻ സർക്കാരിലേക്ക് വരേണ്ട ഭൂമിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നത്തെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ധാരണയനുസരിച്ച് ഇന്ത്യക്ക് പുറത്തും ഉള്ള കമ്പനികളും ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളും ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികൾക്കുള്ള സ്വത്തെല്ലാം ഇന്ത്യയുടെ സ്വത്തായി മാറും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹാരിസൺ കമ്പനി എന്നായിരുന്നു ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ പേര്. അത് ലണ്ടനിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട ഭൂമിയാണ് അത് മുഴുവൻ. ഒരു ഘട്ടത്തിൽ കേരള ഹൈക്കോടതി അത് കേരളത്തിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സിവിൽ കോടതിക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചുള്ള വിധി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിധിയിലെ ഒരു ഭാഗം ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം. ഈ സിവിൽ കോടതി ഈ ഭൂമിയെല്ലാം സർക്കാരിന്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചാൽ ഭൂ ഉടമകൾ സർക്കാർ കൊടുക്കുന്ന കാശ് തിരിച്ചു കൊടുക്കണമെന്നും ബോണ്ട് എഴുതി ഒപ്പിട്ട മേടിച്ച ശേഷം കാശ് കൊടുക്കാം. അപ്പൊ അത് നിയമത്തിന് മുമ്പിൽ കിടക്കുന്നില്ല. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഏതായാലും ടൗൺഷിപ്പ് ഏർപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രതിമാസം 6,000 രൂപ കൊടുക്കുന്നുണ്ട്. 24.76 കോടി രൂപ ഇതിനകം കേരള ഗവൺമെന്റ് CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷണമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണുള്ളത്. ഫേസ് 1 ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടു, ഇനി അവർക്ക് അവിടെ തിരിച്ചു പോകാൻ കഴിയില്ല, വീടൊന്നുമില്ല, അവരാണ് ഫേസ് 1-ൽ. അവർ 242 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനെ സംബന്ധിച്ച് വലിയ പരാതിയില്ല. ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കേരള ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഫേസ് 2 എന്ന് പറയുന്നതാണ്. അത് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഫേസ് 2-ൽ എയും ബിയും ഉണ്ട്. ജോൺ മത്തായി കമ്മിറ്റി വന്ന് പരിശോധിച്ച് വിദഗ്ധ പരിശോധന നടത്തി അവിടെ വീടെല്ലാം അവർക്ക് അവിടെയുണ്ട്, പക്ഷെ അവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല. ആ മേഖലയാണ് ഫേസ് 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ 81 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇനിയും ആളുകളുണ്ട് എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പരിശോധിക്കാം. ഗവൺമെന്റ് അതിന് സന്നദ്ധമാണെന്ന് ഇന്നലെ റവന്യൂ മന്ത്രി സഖാവ് രാജൻ അവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമരമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്. ഫേസ് 2-ലെ ബി എന്ന് പറയുന്നത് താമസിക്കാൻ യാതൊരു പ്രശ്നവുമില്ല, സുരക്ഷിതത്തിന്റെ വിഷയമില്ല. പക്ഷെ ഫേസ് 1-ലെ കുറെ ആൾക്കാരങ്ങ് പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെട്ടവരെ കൂടി ചേർത്ത് പിടിക്കണം. അവരെയാണ് ഫേസ് 2-ലെ ബി എന്ന് പറയുന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കാൻ താമസമുള്ളത് കൊണ്ട് ലിസ്റ്റ് വരാനും കുറച്ച് താമസം ഉണ്ടായി. ഇപ്പോൾ ഭൂമിയൊക്കെ ഏറ്റെടുക്കുന്ന നടപടികളെല്ലാം നിയമപരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആളുകളുടെ എല്ലാം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. തികച്ചും ജനാധിപത്യപരമാണ്. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം DDMAക്കാണ്, ജില്ലാ ദുരന്ത നിവാരണ സമിതിക്കാണ്. അതിൽ ജില്ലാ കളക്ടറാണ് അതിന്റെ ചെയർമാൻ. ഏക ജനപ്രതിനിധി മാത്രമേ അതിലുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് വൈസ് ചെയർമാൻ. മറ്റ് ജനപ്രതിനിധികൾ ആ കമ്മിറ്റിക്കകത്തിൽ അതങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഘടന അങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആ ലിസ്റ്റിൽ ആർക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, പരാതി ഉന്നയിക്കാം, കൂട്ടിച്ചേർക്കലുണ്ടാകാം. ഗവൺമെന്റ് ഒറ്റ കാര്യമേ ഉള്ളൂ, അർഹതപ്പെട്ട ഒരാളും വിട്ടുപോകാൻ വേണ്ടി പാടില്ല, അർഹതയില്ലാത്ത ഒരാളും കയറി കൂടാനും പാടില്ല. ഇതാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. ഇതിനകം തന്നെ മരിച്ചുപോയ ആൾക്കാർക്ക് 8 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയവരുടെ പട്ടികയിൽ കാണാത്ത 34 ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവരെ കണ്ടുകിട്ടില്ല എന്ന രീതിയിൽ മിസ്സിംഗ് മരണമായി കണക്കാക്കി 8 ലക്ഷം രൂപ വീതം ഓരോ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് 13.28 കോടി രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി കഴിയും.